പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദ്യം മുതൽ എന്നും നയിക്കുന്ന തന്നെ ആമേൻ. ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പറയാൻ ഉദ്ദേശിക്കുന്നത്, പരിശുദ്ധനായ പത്രോസ് ലീഗ മൂറോൻ കൂദാശ നടത്തിയപ്പോൾ ആ സുഗന്ധവർഗ കൂട്ടിൽ കർത്താവിൻ്റെ രക്തമുണ്ടായിരുന്നു എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. കൊല്ലങ്ങൾക്ക് മുമ്പ് 1-2 വീഡിയോകൾ ഞാനതുപോലെ കണ്ടിരുന്നു. അന്ന് ഞാനത്ര മൈൻഡ് ചെയ്തില്ല. കാരണം നമ്മുടെ വിശ്വാസത്തിൽപ്പെട്ട ആളല്ല അത് പറയുന്നു. ആദ്യത്തെ മോറോനിൽ കർത്താവിൻ്റെ രക്തം ഉണ്ടായിരുന്നു. അതെങ്ങനെ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അവസാനത്തുള്ള രക്തം വരെയും ഊറ്റിക്കൊടുത്തു, അല്ലെങ്കിൽ പിതാവിന് സമർപ്പിച്ചു എന്ന് നമ്മളെ സഭ പഠിപ്പിക്കുന്നത് അങ്ങനെയല്ലേ. അവൻ്റെ രക്തം പല സ്ഥലത്ത് വീണുണ്ട്. ഗെത്സമനയിൽ തോട്ടത്തിൽ വീണുണ്ട്. ചാട്ടവാറോട്ട് അടിക്കപ്പെട്ടപ്പോൾ വെള്ളത്തിൽ കലർന്നുണ്ട്. അതൊക്കെ അവർ വല്ലയിടത്തും ഒഴിച്ചു കളയല്ലോ. കുരിശ് കൊന്നുകൊണ്ട് പോയപ്പോൾ ഇടിയായിട്ട് രക്തമാർന്നു പോയിട്ടുണ്ട്. വലിയ ഒരു കല്ലറയിലേക്ക് അവനെടുത്തിട്ടപ്പോഴും അവിടെ രക്തമാർന്നുണ്ടാവും. കുരിശും കൊണ്ട് ചുവന്നു പോയപ്പോഴും ശീമോൻ, കുറേക്കാരുടെ ശീമോൻ അത് അല്പം തോളത്ത് വെച്ചപ്പോഴും ഒരു പക്ഷേ ആ കുരിശിൽ തന്നെ അവനിലേക്കും രക്തം മാറുന്നുണ്ടാവും. പക്ഷെ ആ രക്തം ഒരു അത്ഭുതം പ്രവർത്തിക്കാനായിട്ടല്ല നാം കണക്കാക്കേണ്ടത്. കർത്താവ് മരിച്ചതിന് ശേഷമാണ് ആ പ്രമാണി കുന്തം കൊണ്ട് കുത്തുന്നത്. റോമൻ പടയാളിയെ ശതാധിപൻ. ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. അതോടുകൂടി രക്തത്തിലെല്ലാം ഇടപാട് തീർന്നു. സാധാരണ മരിച്ച ആളിൽ നിന്ന് രക്തവും വെള്ളവും ഒരുമിച്ച് പുറപ്പെടുകയില്ലെന്നാണ് ശാസ്ത്രം പറയുന്നതെന്നാണ് അതിനെപ്പറ്റി വ്യാഖ്യാനിക്കുന്നവർ പറയുന്നത്. പിന്നെ നമ്മുടെ ഒരു ഐതിഹ്യ വിശ്വാസവും കർത്താവിൻ്റെ രക്തം അവൻ്റെ കണ്ണിൽ പെട്ടു, അവൻ്റെ കണ്ണിന് കാഴ്ചയുണ്ടായിരുന്നില്ല, ആ കാഴ്ച തിരിച്ചു കിട്ടിയെന്നൊക്കെ ഒക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഐതിഹ്യങ്ങളാണ്. കാരണം കർത്താവിൻ്റെ രക്തം വീഴാതെ തന്നെ അവനെ സുഖപ്പെടുത്തണമെങ്കിൽ സുഖപ്പെടുത്താം. ഇവിടെ തോവാത്ത കള്ളിന് മാനസാന്തരം വന്നതുപോലെ ഇവന് മാനസാന്തരം വന്നില്ലെങ്കിലും മനസ്സാന്തരം വന്നവൻ ഇവൻ സത്യമായിട്ട് ദൈവത്തിനായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിന് വലിയ ഏറ്റുപറച്ചിൽ ആരാടുത്തേക്കണേ. അവന് കണ്ണിന് കാഴ്ചയില്ല എന്ന് പറയുന്നത് മുഴുവനും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഒരു റോമൻ പടയാളിയെ ഒരു കണ്ണിന് കാഴ്ചയില്ലെങ്കിൽ അവനെ റോമൻ പട്ടാളത്തിലേക്ക് എടുക്കുമോ? എനിക്ക് തോന്നുന്നില്ല. പട്ടാളക്കാർക്കെല്ലാം നല്ല ടിപ്പ് ടോപ്പായിരിക്കും. ഒരു കുറവും അവരിൽ ഉണ്ടാകാൻ പാടില്ല. റോമൻ പട്ടാളക്കാർ പ്രത്യേകിച്ച്. റോമൻ സാമ്രാജ്യം എന്ന ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യമാണ്. എന്താ മുതൽ അടുത്തൊരു പട്ടാളക്കാരൻ കണ്ണില്ലാത്തവനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ സ്വീകരിക്കും. കണ്ണില്ലാത്തവനാണെങ്കിൽ ഉടനെ അവനെ മാറ്റിക്കളയും. കണ്ണില്ലാത്തവനെ ഒരിക്കലും അപ്പോയിൻ്റ് ചെയ്യില്ല. എങ്ങനെയെങ്കിലും ആവട്ടെ. അപ്പം മറ്റ് സ്ഥലങ്ങളിൽ വീണുപോയ രക്തം ഒന്നും അത്ഭുതം പ്രവർത്തിക്കാൻ കർത്താവ് ഉപയോഗിച്ചിട്ടില്ല. തന്നെയല്ല, കർത്താവിൻ്റെ കവരങ്ങളിൽ കിട്ടിയ തുണികളെന്ന് പറയുമ്പോൾ ശരീരം മുഴുവൻ ഒറ്റ തുണി കൊണ്ട് പൊതിഞ്ഞ് കെട്ടിയത്. തല മാത്രം ഒരു തലയിൽ ഒരു വട്ടം കെട്ടുമായിട്ടാണ് യഹൂദന്മാർ ശവമടക്കുന്ന ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒക്കെ വെള്ളിയാഴ്ച ദിവസം കവറടക്കം ചെയ്യുന്നു. അപ്പോൾ ആ കവറുകളിൽ നിന്ന് കിട്ടിയ സുഗന്ധക്കൂട്ടും അതെല്ലാം ചുരണ്ടിയെടുത്ത് പുതിയ മോറൻ ഉണ്ടാക്കിയപ്പോൾ, പുതിയ മോറെന്ന് വെച്ചാൽ മോറൻ ഉണ്ടാക്കിയപ്പോൾ ആദ്യമായിട്ട് കൂടെ ഉണ്ടാക്കണമല്ലോ, അതിനകത്ത് ചേർത്തു. പിന്നെ വേണ്ട വസ്തുക്കൾ നമ്മൾ പഴയ നിയമത്തിൽ അഭിഷേക തൈലം ഉണ്ടാക്കുന്ന രീതിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് പത്രോസ് തന്നെ ഉണ്ടാക്കണം.
പുറപ്പാട് പുസ്തകത്തിൽ 29 അധ്യായത്തിലും മോശ നീ തന്നെ അഭിഷേകം അതിലുണ്ടാക്കണം എന്ന് പറഞ്ഞു. വേറെ ആരെയും പിടിക്കാൻ പറ്റില്ല. 12 സ്ത്രീയന്മാരുണ്ട്, അവർക്ക് 12 സുവാസനുണ്ട്, അവർക്ക് മൂറമോദാശ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധ്യമല്ല. പിന്നെ പരിശുദ്ധ പാത്രം സ്വഭാവം അനുവാദം കൊടുക്കണം ചെയ്തൊന്നും. അങ്ങനെ പറയുന്നത് വളരെ കുറവാണ്. കാരണം കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത് നീ തന്നെ ഉണ്ടാക്കണമെന്നാണ്. ആ സുഗന്ധക്കൂട്ടിൽ 100 മകിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതിനകത്ത് രക്തം വരണ്ടിരുന്നു എന്ന് പറയാൻ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. രക്തമൊക്കെ ഊർന്നു പോയില്ലേ, ക്രൂശിലെല്ലാം ഒഴുകി. അവസാനം രക്തവും എല്ലാം കൂടെ ഒഴുകി. പിന്നെ ഒരു തുള്ളി രക്തം പോലെ അതിനകത്തില്ല. അപ്പം പിന്നെ കർത്താവിനെ പൊതിഞ്ഞ തുണിയിൽ രക്തം വരുമോ? ഇങ്ങനെ രക്തം വരും. അപ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ട് ആ മൂറയിൽ രക്തം ഉണ്ടായിരുന്നു. ആ രക്തം കൊണ്ട്, ആ രക്തമുള്ള മൂറം കൊണ്ടാണ് മാമോദീസായിൽ നെറ്റിവേൽ കുരിശോരിക്കുന്നത്, മുദ്രയിടുന്നതൊക്കെയാണ്. അത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. സഭ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ഇപ്പോഴും രക്തത്തിന് പകരം ആദ്യം പാടുകൾ കാണിച്ചാണ് മധ്യസ്ഥയായിരിക്കുന്നത്. റോമർ 8:34 പറയുന്നത്. കർത്താവിന് വേണ്ടി ഒരു തുള്ളി രക്തം അവിടെ സൂക്ഷിച്ചു വയ്ക്കാമല്ലോ. കർത്താവിനൊന്നും അസാധ്യമല്ലോ. ഇല്ല. എഫേസ്യർ 1:14 പറയുന്നത് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പോഷയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിലാണ് അവിടെ നമുക്ക് മുദ്രയിടുന്നത്. ആണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ. അവിടെ രക്തത്താൽ മുദ്രയിടുമെന്ന് പരിശുദ്ധ പൗലോസ് പറഞ്ഞിട്ടില്ല. രക്തമില്ല അവിടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ആ മുദ്ര കുത്തുമ്പോൾ അത് പരിശുദ്ധാത്മാവിലാവാം, പുത്രനാലാവാം, പിതാവിനാലാവാം. അങ്ങനെ തിരിച്ചല്ല നമ്മൾ ചെയ്യുന്നത്. പൗലോസ്ലീഹ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. പരിശുദ്ധാത്മാവിനാൽ മുദ്ര കുത്തപ്പെടുന്നു. ആ മുദ്ര അവൻ്റെ ശരീരത്തിന് മാത്രമല്ല അവൻ്റെ ആത്മാവിലേക്കും ആ മുദ്ര ചെല്ലുന്നുണ്ട്. അതാണ് പരിശുദ്ധാത്മാവിനകത്ത് പ്രത്യേകം പൗലോസ്ലീഹ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ശരീരത്തിന് മാത്രമല്ല ആത്മാവിലും ആ മുദ്ര കുത്തപ്പെടുകയാണ്. അപ്പോൾ ഒരു പ്രാവശ്യം മുദ്ര കുത്തി പിന്നെ മുദ്ര കുത്താൻ പാടില്ല. അതുകൊണ്ടാണ് രണ്ടാമതൊരു മാമോദിസ ഇല്ല എന്ന് നമ്മൾ പഠിപ്പിക്കുന്നത്. മാമോദിസ ഒന്നു മാത്രമേ ഉള്ളൂ. നമ്മുടെ സഭയുടെ മാമോദിസ ആയിരിക്കണം. ഒരിക്കലെന്ന് പറഞ്ഞാൽ തെറ്റില്ലെങ്കിലും തെറ്റുണ്ട്. ഇപ്പോൾ വേറെ സഭയിൽപ്പെട്ട ഒരാൾ, പെന്തക്കോസ്തുകാരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സഭയിൽപ്പെട്ട CSI ഏതെങ്കിലും സഭയിൽപ്പെട്ട ഒരാൾ വന്നിട്ട് അച്ഛൻ മാമോദിസ കൊടുത്താണോ? ആദ്യം മാമോദിസ ഒരിക്കൽ മാത്രമേ ഉള്ളൂ എന്നവർ പറഞ്ഞാൽ നമുക്കതിന് ലീഗലായിട്ട് ഒന്നും പറയാൻ പറ്റില്ല. അത് നിത്യ സുന്നോദസിലൊക്കെ പോലെ സുന്നോദസിലൊക്കെ വളരെ വ്യക്തമായിട്ട് ആലോചിച്ച് കിടന്ന വേദോത്സവം പോലും ഇല്ല. പിതാക്കന്മാരും 317 പിതാക്കന്മാരും ഒക്കെ വളരെ ചിന്തിച്ചൊക്കെയാണ് ഈ വിശ്വാസ പ്രമാണം ഉണ്ടാക്കിയത്. അതിനൊന്നും മാറ്റാൻ നമുക്ക് കാര്യമില്ല. നമ്മുടെ ചില പള്ളികളിൽ ഒരിക്കലും മുഴുവൻ ചെല്ലുന്നുണ്ട്. അതൊക്കെ തെറ്റണം. പരിശുദ്ധാത്മാവിനാണ് മുദ്ര കുത്തപ്പെടുന്നത്, രക്തത്താലല്ല. രക്തം ഒരിക്കലും ആ ആ സുഗന്ധ കൂട്ടിൽ ഉണ്ടായിട്ടില്ല. രക്തം ഒറിജിനലാണ്. മൂറോൻ പ്രതീകമാണ്. മൂറോൻ പൂശി കഴിഞ്ഞാൽ പിന്നെ അത് പ്രതീകമല്ല, അത് പരിശുദ്ധാത്മാവിനാൽ ആ കൊച്ച് പൂശപ്പെട്ടതായി അല്ലെങ്കിൽ ശുദ്ധീകരിക്കപ്പെട്ടതായി നാം വിശ്വസിക്കുകയും ചെയ്യും. ഒറിജിനലും ഈ പ്രതീകവും തമ്മിൽ ഒരിക്കലും യോജിച്ചൊരു കർമ്മം ചെയ്യാൻ കർത്താവ് അനുവദിക്കില്ല. അങ്ങനെ പഠിപ്പിച്ചിട്ടുമില്ല സഭ.
ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ മോറോനിൽ കർത്താവിൻ്റെ രക്തമില്ല. കർത്താവിന് മോറോനിൽ രക്തമുണ്ടെങ്കിൽ നമ്മൾ വിശുദ്ധ കുർബാന കൊടുക്കുന്നതിന് തെറ്റ് വരും. ക്രൂശിൽ ചൊരിയപ്പെട്ട അതേ രക്തമാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ കൊടുക്കുന്നത്. അദ്ദേഹത്തെ വേണ്ടല്ല, ഉള്ളിൽ കഴിക്കാനാണ് തരുന്നത്. ഇവിടെ അപ്പം രണ്ട് രക്തവും, ദേഹത്ത് ഒരു രക്തവും ഉള്ളിൽ വേറൊരു രക്തവും, അതും വിരോധാഭാസമായിട്ട് വരും. ഏതനിൽ ആദാം രുചി നോക്കാത്ത ജീവഫലമാണ് കൊച്ചിനായാലും വലുതായ ആൾക്കായാലും അവിടെ കൊടുക്കുന്നു. എനിക്ക് അത്ര സുഖമില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ശബ്ദം ചില സമയത്ത് താഴ്ത്തി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ മോറോനിൽ കർത്താവിൻ്റെ രക്തം ഇല്ല എന്ന് തന്നെ നാം വിശ്വസിക്കണം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കണം.